എല്ലാവർക്കും ക്ലാസ്സിക്കിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളികളല്ലാതെ എനി അതർ ലാംഗ്വേജ് തമിഴ്, ಮಲಯಾಳಂ, ಕನ್ನಡ ಬರಲ್ಲ, ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ഫോർ എക്സാമ്പിൾ ബംഗാളിന്നൊക്കെ ആളൊന്ന് ബംഗാളൊക്കെ പറയും ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മൊത്തം. ഓക്കെ, നമുക്കെങ്കിലും തമിഴ് രണ്ടിടത്തും ഫസ്റ്റ് വന്ന് തുപ്പാക്കി പടത്തിൽ വിജയ് ബാബുല്ല മുംബൈ, രണ്ടാമതെങ്കിൽ കൊച്ചി. റൈറ്റ്സിൽ കാണുന്നതാണ് ബോൾഗാട്ടി അലങ്കാടി കാണുന്നത്. ഞാൻ കാണുന്ന ബോൾഗാട്ടി കൊട്ടാരം. സിനിമയിൽ ദിലീപിന്റെ വീട് അത് ഈ കണ്ടുകൊണ്ടത് വെള്ളി നക്ഷത്ര സിനിമ. On the right side, this is the Borgatti Island, and you can see the Borgatti Palace over there. The palace built by the Dutch people in 1744, and now it's a palace. பார்த்திருக்கோம், ஆட்டோகிராஃப் மூவில எல்லாம் இருக்கு. ஆட்டோகிராஃப் நீ தாண்டி வருவாயா, இந்த மூவி எல்லாம் ஷூட் பண்ணிருக்கேன். ഗ്രൂപ്പിന്റെ 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ ഒരു പ്രൊജക്റ്റാണ്. ഒരേ സമയം 10,000 പേർക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അതാണ് ഈ കൺവെൻഷൻ സെന്ററിന്റെ സ്പെഷ്യാലിറ്റി. And right side you can see one golden group 5 star hotel. It's a dream project of Lulu Group. But right side പറയുന്നത് അത് പിന്നെ ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. കപ്പൽ നിർമ്മാണശാല. വലിയ വലിയ കപ്പലുകളൊക്കെ നിർമ്മിക്കുന്നതും അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തുന്നത് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. And left hand side you can see the huge cranes over there. That one is a Cochin shipyard, ship maintenance and building. അവിടെ பாருங்க அந்த பெரிய பெரிய cranes எல்லாம் பாத்தீங்களா, அதான் கொச்சின் ஷிப்யார்ட். புது புது கப்பல் தயார் பண்ற இடம், அதே மாதிரி ஷிப்போட மெயின்டெனன்ஸ் எல்லாம் செய்யற இடம் கொச்சின் ஷிப்யார்ட். വൈറ്റ് ആൻഡ് ബ്ലൂവില് ആ കപ്പൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിൽ? ഒരു സിനിമയിൽ നായകനെ കാണിക്കുന്നത് ആ കപ്പല്ല. അതെ, ഏതാ സിനിമ? പൃഥ്വിരാജാണ്. അനാർക്കലി. അതെവിടെ വെച്ചാ? ലക്ഷദ്വീപ്. അതെ, സെയിം. ലക്ഷദ്വീപിലേക്ക് യാത്രക്കാരുമായിട്ട് പോകുന്ന യാത്രാ കപ്പലുകളിലാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് 16 മണിക്കൂറാണ് ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സമയം. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടൊന്നും വേണ്ട, ID കാർഡും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതും പിന്നെ ഒരു 15,000 രൂപ മതി ഒരാൾക്ക്. അത് എനിക്ക് കറക്റ്റ് സ്റ്റാർട്ടിങ് 15 ഗൂഗിളിൽ നമ്മൾ സെർച്ച്. പാസഞ്ചർ ഷിപ്പ് കൊച്ചിൻ ടു ലക്ഷദ്വീപ് 16 hours traveling. You don't need the passport, only ID card and the nearest police station clearance certificate. That's all. മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തൊരു ദ്വീപാണ്. അധികമല്ല, 800 ഏക്കറുള്ളൂ. ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോഴല്ല, 1933 ബ്രിട്ടീഷ് ഹാർബർ എഞ്ചിനീയറാണ് ഈ ഐലൻഡ് ഇവിടെ നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ പേരാണ് സർ റോബർട്ട് ബ്രിസ്റ്റോ. അതിന് മുൻകൈ എടുത്തത് അന്നത്തെ മദ്രാസ് വൈസ്രോയി ആയിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ. അദ്ദേഹത്തിന്റെ പേര് തന്നെ ഐലൻഡിനിട്ടു, വില്ലിംഗ്ടൺ ഐലൻഡ്. അതിന്റെ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 വലിയ ബിൽഡിങ്ങൾ അവിടെ ഇരിക്കുന്നതാണ്. ആദ്യത്തെ ബിൽഡിംഗ് ഒരു ചൈനീസ് ടെമ്പിളിന്റെ ആകൃതിയാണ്. അതാണ് കൊച്ചിൻ പോർട്ടിന്റെ ഓഫീസാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന ഫ്ലാറ്റ് പോലെ ബിൽഡിംഗ് ആണ് കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. അതിന്റെ പേരാണ് താജ് മലബാർ. ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തു. താജിന്റെ മുമ്പിൽ വിവാൻഡ എന്ന് കൂടി ആഡ് ചെയ്തു. വിവാൻഡ ബൈ താജ് മലബാർ. ഹാർബർ എഞ്ചിനീയർ ഇന്ത്യക്കാരല്ല, ബ്രിട്ടീഷുകാർ താക്കട്ടത്. അന്നക്ക് മദ്രാസ് വൈസ്രോയി ആയിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ, அவரோட பேர் அந்த ஐலண்ட் போட்டிருக்காங்க, வில்லிங்டன் ஐலண்ட். அங்கே பாருங்க, அங்கே 2 பெரிய பில்டிங் இருக்கு. இங்கே இல்லை, அங்கே. அது ஃபர்ஸ்ட் பில்டிங் வந்து கொச்சின் போர்ட்டோட ஆஃபீஸ். லாஸ்ட் பில்டிங் வந்து கேரளாவில் முதல் 5 ஸ்டார் ஹோட்டல். நான் கூட வரேன், அங்கே இருந்து சாப்பாடு இன்னைக்கு நைட்டு டின்னர் ஆக்கி. ஓகேவா? நான் பைசா கொடுக்க மாட்டேங்க, நீங்கள் கொடுக்கணும். ஓகேவா? டி ഇന്നത്തെ ഡിന്നർ ഓക്കെ. Okay, on your left hand side, you can see one more island. That one is the Wellington Island, the first man-made island in India.
The island created in 1933 by the British Harbour Engineers in Port Office. The last corner building, that one is of a Faisa Hotel in Kerala. It's a Vivanda by Taj Malabar. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, എണ്ണം. ആ കുട്ടികളെല്ലാവരും ഒന്ന് വരാമോ? ഓൾ കിഡ്സ് പ്ലീസ് കം. എനിക്കിവിടെ എണ്ണം കിട്ടിയിട്ടില്ല. ഓൾ കിഡ്സ്, എല്ലാ കുട്ടികളും. എണ്ണത്തിൽ പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിലേക്ക് എടുത്തെറിയും. സത്യമായിട്ടും അതെ, വെള്ളത്തിലേക്ക് എടുത്തെറിയും. നീന്തി വരാൻ പറയുന്നുണ്ട്. കുട്ടികളൊക്കെ വന്നോ? ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തിലേക്ക് എടുത്തെറിയും. ഓൾ കിഡ്സ് പ്ലീസ് കം. ആരെങ്കിലും ഇരിക്കാനുണ്ടാവും കുട്ടികളായിട്ട്? ഞാൻ വന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് വെള്ളത്തിലേക്ക് ബ്ലും 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 ബ്ലും. ഞാൻ കുട്ടിയല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ കുട്ടികള്? എവിടെ? ആ ശങ്കരൻ കുട്ടിയൊക്കെ വിളിക്കുന്നോട്ടെ. പാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് DP വേൾഡ് എന്നാണ്, ദുബായ് പോർട്ട് വേൾഡ്. On the right hand side, this is our new harbor. It's known as Dubai Port World. It's owned by DP World for 30 years. That's why, you know, it's a only, no passengers. Buddy, right side கப்பல் பாத்தீங்களா? அந்த கப்பலோட பேரு பாருங்க, ALVA, அல்வா. ஆமா, அந்த கப்பலோட பேரு தான் அல்வா. കണ്ടെയ്നർ കൊണ്ടുവരുന്ന കപ്പൽ എല്ലാം ഇങ്ങ് താൻ വരുവാ. 30 വർഷത്തെ ഇത് വാ സെന്ററിൽ വാ, വലത്താട്ടിക്ക് എല്ലാവരും ഇപ്പുറത്ത് വരാവോ? കാരണം നമ്മുടെ കുഞ്ഞു 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 വാവകള് പുറകിൽ പോയി നിൽക്കുന്നുണ്ട്. ഇല്ല വാ, ആ കുഞ്ഞു കുഞ്ഞു വാവകൾ മുമ്പിലേക്ക് വാ. എടാ, നിനക്കൊരു വാച്ചില്ലേ? ഇനി ആ വാച്ച് കയറി പിടിക്കണ എന്തിനാണ്?